നമസ്കാരം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാൻ അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുന്നു. സെൻട്രൽ ജയിലിൽ ഞായറാഴ്ചയാണ് അഫാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. അതീവ ഗുരുതരാവസ്ഥയിലായ അഫാനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചു. ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടില്ല. അതിസുരക്ഷയിൽ പാർപ്പിച്ചിരിക്കുന്ന പ്രതി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് കടുത്ത സുരക്ഷാ വീഴ്ചയായി. സഹോദരനെയും പെൺസുഹൃത്തിനെയും അടക്കം 5 പേരെ കൊല ചെയ്ത കേസിൽ റിമാൻഡിൽ കഴിയുകയാണ് അഫാൻ. സംഭവത്തെക്കുറിച്ച് ജയിൽ മേധാവി വകുപ്പ് തല അന്വേഷണത്തിന് ഉത്തരവിട്ടു. അതേസമയം ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് സുരക്ഷാ വീഴ്ചയൊന്നും സംഭവിച്ചിട്ടില്ലെന്നും അഫാന് പ്രാഥമിക ചികിത്സയടക്കം നൽകിയതായുമായാണ് ജയിൽ സൂപ്രണ്ട് ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് നൽകിയത്. ജയിലിനുള്ളിലെ ജയിൽ എന്നറിയപ്പെടുന്ന യൂട്യൂബ് ബ്ലോക്കിൽ അഫാനെ കൂടാതെ പ്രത്യേക സുരക്ഷ ആവശ്യമുള്ള ഏതാനും കുറ്റവാളികളാണുള്ളത്. സെൻട്രൽ ജയിലിനുള്ളിൽ തന്നെ പ്രത്യേക മതിൽ കെട്ടി വേർതിരിച്ച ഇവിടെ 24 മണിക്കൂറും ജയിൽ വാർഡന്മാരുണ്ടാകും. അഫാന് ആത്മഹത്യാ പ്രേരണയുണ്ടെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കനത്ത കാവലാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അഫാനെ നിരീക്ഷിക്കാൻ ഒരു തടവുകാരനെയും ഇവിടെ സ്ഥിരമായി നിയോഗിച്ചിരുന്നു. ഫോൺ വിളിക്കാനായി അയാൾ ഓഫീസിലേക്ക് പോയ തക്കത്തിനായിരുന്നു അഫാൻ ജീവനെടുക്കാൻ ശ്രമിച്ചത്. അതിനിടെ അഫാൻ ആത്മഹത്യാ ശ്രമവുമായി ബന്ധപ്പെട്ട് പ്രതികരണവുമായി പിതാവ് രംഗത്ത് വന്നു. അഫാൻ ചെയ്തതിന്റെ ഫലം അഫാൻ തന്നെ അനുഭവിക്കട്ടെ എന്ന് പിതാവ് അബ്ദുൾ റഹീം പറഞ്ഞു. അവൻ ചെയ്തതിന്റെ ഫലം അവൻ തന്നെ അനുഭവിക്കട്ടെ, അതിൽ കൂടുതൽ മറ്റൊന്നും പറയാനില്ല. എന്താണ് ചെയ്തതെന്ന് അഫാന് കൃത്യമായി അറിയാമല്ലോ, അപ്പോൾ അനുഭവിക്കുക തന്നെ വേണമെന്ന് പിതാവ് പറഞ്ഞു. ഞായറാഴ്ച രാവിലെ 11ഓടെയാണ് പൂജപ്പുര സെൻട്രൽ ജയിലിലെ ശൗചാലയത്തിൽ മേൽക്കൂരയിൽ മുണ്ടുപയോഗിച്ച് അഫാൻ തൂങ്ങിയത്. അതിസുരക്ഷയുള്ള യൂട്യൂബ് ബ്ലോക്കിലായിരുന്നു ഇയാളെ പാർപ്പിച്ചിരുന്നത്. ഞായറാഴ്ച TV കാണാനായി പുറത്തിറങ്ങിയപ്പോൾ ശൗചാലയത്തിൽ പോകണമെന്ന് ജയിൽ അധികൃതരോട് ആവശ്യപ്പെടുകയായിരുന്നു. സമീപത്ത് അലക്കിയിട്ടിരിക്കുന്ന മുണ്ട് മറ്റുള്ളവരുടെ കണ്ണ് വെട്ടിച്ച് കൈക്കലാക്കിയ ഇയാൾ നിമിഷ നേരം കൊണ്ട് ശൗചാലയത്തിൽ കയറി തൂങ്ങുകയായിരുന്നുവെന്നാണ് അധികൃതർ പറയുന്നത്. ശബ്ദം കേട്ടെത്തിയ വാർഡൻ ഉടൻ തന്നെ ജയിൽ അധികൃതരെ അറിയിച്ചു. അഫാനെ 11:20ഓടെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. കഴുത്തിൽ കുരുക്ക് മുറുകിയതിനാൽ ബോധം നഷ്ടപ്പെട്ടിരുന്നു. വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ച ഇയാൾക്ക് അടിയന്തര ചികിത്സ നൽകി. അപസ്മാര ലക്ഷണങ്ങൾ കാണിക്കുന്നുമുണ്ട്. മസ്തിഷ്കത്തിലേക്ക് എത്തുന്ന ഓക്സിജന്റെ അളവ് കുറയുന്നുമുണ്ട്. അതേസമയം പിതൃമാതാവ് സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ അഫാനെതിരെ അന്വേഷണ സംഘം വെള്ളിയാഴ്ചയാണ് കുറ്റപത്രം സമർപ്പിച്ചത്. മറ്റു 2 കേസുകളിൽ അടുത്ത ദിവസം കുറ്റപത്രം സമർപ്പിക്കാനിരിക്കുകയായിരുന്നു. ഫെബ്രുവരി 24-നായിരുന്നു കേരളത്തെ ഒന്നാകെ ഞെട്ടിച്ച വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം നടന്നത്. പിതൃമാതാവ് സൽമാ ബീവി, പിതൃ സഹോദരൻ ലത്തീഫ്, ഭാര്യ ഷാഹിദ, അനുജൻ അഫ്സാൻ, പെൺസുഹൃത്ത് ഫർസാന എന്നിവരെയായിരുന്നു അഫാൻ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയത്.